Once again, welcome back to Food Pavilion. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെജ് കറിയാണ്, വെള്ളക്കടലക്കറി, കാബൂളി കറി. സാധാരണയായിട്ട് കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കടലയല്ലേ എന്ന്. പക്ഷേ ഈ കടലക്കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയായ ക്രീമിയായ നല്ലൊരു കടലക്കറിയാണ്. ഇനി മുതൽ നിങ്ങൾ കടലക്കറിയെ സ്നേഹിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കൂടെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുതിർക്കുമ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ശേഷം കുതിർന്ന് വന്ന ശേഷം ഉണ്ടാകുന്ന വെള്ളം ഞാൻ ഒഴിവാക്കാതെ അതും കൂട്ടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ പോഷകഘടകങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇത് വേവിക്കാനായിട്ട് വെള്ളത്തോടൊപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു പൊട്ടാറ്റോ തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ കടല എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെക്കുകയാണ്, ചൂടൊക്കെ ആറിയിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മൂന്നിലൊരു ഭാഗം കൂടി ഞാൻ ഈ കടലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങും ഈ കടലയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടലക്കറി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. ഇത് 1/4 കപ്പിലധികം ഉണ്ട് കേട്ടോ, 1/2 കപ്പോളം ഉണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഈ തേങ്ങാക്കൊത്ത് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴണ്ട് പോയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നടുക്കൊന്ന് ഒരു കുഴി പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുകയാണ്. മുളക് പൊടി വേഗത്തിൽ കരിഞ്ഞു പോകും. അതാണ് ഞാൻ ഇപ്പോൾ മുളക് പൊടി ചേർക്കാത്തത്. ആദ്യം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഈ കറി ഇത്രയും കട്ടിയായി തീർന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? നോക്കാം. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. മസാല അധികമൊന്നും വേണ്ട അതിന്, എന്നാലും കറി നല്ല തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുകയാണ്. വേവിച്ച കടലയിൽ വളരെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്
അപ്പം വേവിച്ച വെള്ളത്തിൽ ചേർത്ത് കടല നന്നായിട്ടൊന്ന് ഈ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ കടലയിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, മസാലയുടെ മണമൊക്കെ നഷ്ടമാവും. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് ഇളക്കി ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വേവൊക്കെ പാകമായി, മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെള്ളം പോലെ ഇരിക്കുന്ന കറിയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് കടല പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ കറി കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ഇതിന് ഇത്ര തിക്നെസ്, ഇപ്പം കറി നമ്മൾ ഇളക്കി കൊടുക്കുക തിക്നെസ് കുറവാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. നല്ല കുറുകിയ ചാറുള്ള നല്ല ക്രീമിയായ നമ്മുടെ വെള്ളക്കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. നോക്കൂ, അത് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ടേസ്റ്റും തന്നെ എത്രത്തോളം ഉണ്ടാവുമെന്ന്. കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്ന് കൊടുക്കാം. കണ്ടത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മുടെ നെയ്പ്പത്തിലിനൊപ്പം ഇത് കഴിക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നന്ദി, നമസ്കാരം.